നിങ്ങളിങ്ങനെയാണോ മുട്ടക്കറി ഉണ്ടാക്കാറ്? എണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, 2-3 വെളുത്തുള്ളിയുടെ അല്ലി നല്ലോണം ചോപ്പറിലിട്ടാട്ടോ ഞാൻ അരിഞ്ഞെടുത്തത്. അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയതാണേ. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്ക് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ.